ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററായ ജോമെട്രി ആൻഡ് ഓൾജിബ്രയിലെ 5ാമത്തെ പാർട്ടാണ്. അതായത് പേജ് നമ്പർ 240-ലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് വിച്ച് ഡിവൈഡ് ദ ലൈൻ ജോയിനിങ് 1, 6 and 5 to into 3 ഈക്വൽ പാർട്സ്. അപ്പോൾ 3 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ 2 പോയിന്റുകൾ കിട്ടും അല്ലേ? ഈക്വൽ പാർട്സ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 പോയിന്റുകളുടെ സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന ഒരു അംശബന്ധം അഥവാ റേഷ്യോ തന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഇത് 3ഉം തുല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് 1:1:1 ആണല്ലോ അല്ലെ? നമുക്ക് ആദ്യം പി എന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കാണാം. അപ്പോൾ ഞാൻ ക്യൂവിനെ മായ്ക്കുകയാണ്. അപ്പം എങ്ങനെയായിരിക്കും അംശബന്ധം വരുന്നത്? 1:2 എന്ന അംശബന്ധം എടുക്കാം അല്ലെ? 1:1:1 ആയിരുന്നു. അപ്പോൾ ഇതിനെ രണ്ടിനെ ഇവിടെ ഒന്നിച്ചെടുത്തു. ഈ പോയിന്റ് എയും ബിയും ആണെങ്കിൽ AP:PB ആണ് എടുത്തത്. ഇത് ഒന്നിച്ച് അപ്പോൾ എടുക്കുമ്പോൾ അത് 1:2 ആയിട്ട് എടുക്കണം. ഇനി ഇത് നമുക്ക് എക്സ് വ്യത്യാസവും വൈ വ്യത്യാസവും കണ്ടു നോക്കാം. ഇവിടെ എക്സിൽ വന്നിരിക്കുന്ന വ്യത്യാസം 1ൽ നിന്ന് 5 അല്ലേ? അപ്പോൾ അത് 4 വ്യത്യാസം. വൈയിൽ വന്നിരിക്കുന്ന വ്യത്യാസം 6ൽ നിന്ന് 2 അപ്പോൾ 4 എന്തായി? ഡിക്രീസ് ആയി അല്ലേ? 4 കുറഞ്ഞു. ഇവിടെ 4 കൂടി. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്, ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 1:2 അംശബന്ധമാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എത്രയാണ് ചേഞ്ച് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് പി എന്ന ബിന്ദുവിൽ എത്രയാണ് ചേഞ്ച് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ പി എന്ന ബിന്ദു എന്ന് പറയുമ്പം ആകെ 3 ഭാഗത്തിൽ 1 ഭാഗമാണ് അല്ലേ? ഇൻറ്റു എക്സ് ഇൻക്രീസ് ആണ് നമുക്ക് നോക്കേണ്ടത്. എത്ര വന്നു എന്നുള്ളതാണ് നോക്കുന്നത്. 1/3 ഓഫ് ആകെ എത്ര ഇൻക്രീസ് ആയി? 4 അല്ലേ? അപ്പോൾ 4/3 അല്ലേ? 4/3 എന്ന് പറഞ്ഞാൽ 1/3 ആണ്, ഇൻക്രീസ് ആണ് എക്സിൽ വന്നിരിക്കുന്നത്. വൈയിലോ? വൈ ചേഞ്ച് എന്ത് വന്നു? ഡിക്രീസ് ആണ് അല്ലെ? എന്തുമാത്രം ഡിക്രീസ് ആണെന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ അത് 1/3 ഇൻറ്റു 4 ഡിക്രീസ് അല്ലേ? അപ്പോൾ 1/3 ഡിക്രീസ് ആയിട്ടല്ലേ വരുന്നത്. അപ്പം നമ്മുടെ ഈ പോയിന്റ് PXY എന്ന് എടുത്തു കഴിഞ്ഞാൽ പിയുടെ കോർഡിനേറ്റ്സ് എങ്ങനെ വരും? പിയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എയിൽ നിന്ന് പി വരെ എത്താൻ അല്ലേ? അപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റ് 1, അതിൻ്റെ കൂടെ ഇൻക്രീസ് ആണല്ലോ. എത്ര ഇൻക്രീസ്? 1/3 ഇൻക്രീസ് ആണ്. പിന്നെ വൈ കോർഡിനേറ്റ് എയുടെ 6 ആണ്, അതിൽ നിന്ന് ഡിക്രീസ് ആണ് -1/3. അപ്പോൾ പി കോർഡിനേറ്റ്സ് എന്ത് വരും? 1 + 1 1/3. 1 + 1 2 1/3. പിന്നെ 6 - 1/3. 6ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 5. 5ൽ നിന്ന് 1/3 കൂടെ കുറയ്ക്കണമല്ലോ. അപ്പോൾ 4 2/3. പിയുടെ കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ. ഇനി ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് കാണാം. അതായത് 1 6ഉം 5 2 ആണ്. പക്ഷെ പി നമ്മളിവിടെ എടുത്തു, കണ്ടുപിടിച്ചു. ക്യൂ ഇനി ഇവിടെയായിരിക്കുന്നത് അല്ലേ? ക്യൂ ഇരിക്കുന്ന അവിടെയാണ്. നമ്മൾ ഇതേ വ്യത്യാസം തന്നെയാണല്ലോ. അതായത് 4 ഇൻക്രീസും 4 ഡിക്രീസ്. എക്സിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എയിൽ നിന്ന് ബിയിൽ എത്താൻ വേണ്ടി 4 ഇൻക്രീസ് ആയി. വൈയിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് എയിൽ നിന്ന് ബിയിൽ എത്താൻ വേണ്ടി 4 ഡിക്രീസ് ആയി അല്ലേ? അപ്പം നമുക്ക് ഈ ക്യൂ എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ വന്ന എക്സ് ചേഞ്ച് എത്ര വന്നു? അവിടെ ഇൻക്രീസ് ആണല്ലോ. എത്രയാണ് വന്നത്? ഇവിടെ 2:1 റേഷ്യോ ആണ് അല്ലേ? ഇത് 1 + 1 2 ആയി. ഇത് 1 2:1 റേഷ്യോ. അപ്പോൾ എയിൽ നിന്ന് ക്യൂവിൽ എത്താൻ വേണ്ടി 2/3 ആകെ 3 ഉണ്ടായിരുന്നു. അതിൽ 2 ഭാഗമാണ് ക്യൂവിൽ എത്താൻ വേണ്ടിയിട്ടുള്ളത്. ഇൻറ്റു എക്സിലുള്ള ചേഞ്ച് എത്രയാണ്? 4 അല്ലെ? 4 ഇൻക്രീസ് ആണല്ലോ. അപ്പോൾ 8/3 എന്ന് വന്നല്ലോ. 8/3 എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം 3 ഉണ്ട്? 8നകത്ത് 2 പ്രാവശ്യം. മിച്ചവോ? 3 × 2 6 മിച്ചം 2/3. അത്രയും എന്താണ്? ഇൻക്രീസ് അല്ലേ? അല്ലെ? ഇനി വൈയിലുണ്ടാക്കുന്ന ചേഞ്ചോ? വൈയിലുണ്ടാക്കുന്ന ചേഞ്ചോ എത്ര വരും? ഇതേ 2/3 ഇൻറ്റു 4 തന്നെയല്ലേ? അല്ലെങ്കിൽ 2/3 ഡിക്രീസ് ആണ് അല്ലേ?
ഇൻക്രീസും ഡിക്രീസും വിട്ടു പോകരുത്. കാരണം ഇൻക്രീസ് വരുമ്പോൾ ആഡ് ചെയ്യുക, ഡിക്രീസ് വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ക്യൂ എന്ന പോയിന്റ് അല്ലേ നമുക്ക് വേണ്ടത്. എവിടെ നിന്നാണ് തുടങ്ങിയത്? എയിൽ നിന്നാണ് തുടങ്ങിയത്. എയിലെ എക്സ്ചേഞ്ച് എക്സ് എത്രയാണ്? എക്സ് കോർഡിനേറ്റ് 1 ആണ്. അതിൽ നിന്നും 2/3 ഇൻക്രീസ് ആയതുകൊണ്ട് +2 2/3. പിന്നെ വൈ കോർഡിനേറ്റ് 6 ആണ്. അതിൽ നിന്നും 2/3 ഡിക്രീസ് ആണ്, -2 2/3 എഴുതുക. അപ്പോൾ കോർഡിനേറ്റ്സ് 1 + 2 2/3, 1 + 2 3 ആണ്, 3 2/3 എന്ന് എഴുതാം. ഇനി 6ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4 വന്നു. ഇനി 4ൽ നിന്ന് 2/3 കൂടെ സബ്ട്രാക്ട് ചെയ്യണമല്ലോ. ബാക്കി 2/3 കഴിഞ്ഞാൽ ബാക്കി 1/3 അല്ലേ ഉള്ളത്. അപ്പോൾ 4ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ 3 1/3. ഇപ്പോൾ രണ്ടിൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ, പിയുടെയും ക്യൂവിൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദ വേർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ ആർ -1 5 3 7 ആൻഡ് 1 1. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ഇറ്റ് സെൻട്രോയിഡ്. ഇവിടെ ഞാൻ 2 തരത്തിൽ ഞാൻ പറഞ്ഞു തരാം. സെൻട്രോയിഡ് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഫോർമുല വെച്ചിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വെർട്ടിസസ്, 3 മൂലകളാണ് ഉള്ളത് അല്ലെ. അതിലെ ഓരോ മൂലകളിൽ നിന്നും നേരെ എതിർവശത്തുള്ള, ഇപ്പൊ ഇവിടെ നിന്ന് ഈ മൂലയിൽ നിന്ന് നേരെ എതിർവശത്തെ മധ്യബിന്ദുവിലേക്ക്, മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതേപോലെ ഈ വെർട്ടെക്സിൽ നിന്ന്, ഈ മൂലയിൽ നിന്നും അതിനെതിരെയുള്ള വശത്തിന്റെ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതേപോലെ ഈ വെർട്ടെക്സിൽ നിന്നും അതിനെതിരെയുള്ള മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആ മീറ്റിംഗ് പോയിന്റ് ഉണ്ടല്ലോ, നടുക്ക് കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് സെൻട്രോയിഡ്. ഇപ്പൊ സെൻട്രോയിഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, ഈ സെൻട്രോയിഡ് 2:1 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. 3 വേർട്ടിസസ് ആണ്, 3 മൂലകളാണ് ഉള്ളത്. അതുകൊണ്ട് 3 സെൻട്രോയിഡുകൾ വരും. 3 വേർട്ടിസസ് ആണുള്ളത്. അതുകൊണ്ട് 3 മീഡിയൻസ് നമുക്ക് വരയ്ക്കാം. മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വര അത് 3 വരയ്ക്കാം അല്ലെ. അപ്പൊ ആദ്യത്തേതാണ് ഇത്. ഇനി ഇവിടെ നിന്ന് നേരെ എതിർവശത്തുള്ള മധ്യബിന്ദുവിലേക്ക് നമ്മൾ വരയ്ക്കുന്നു. 3 സെൻട്രോയിഡുകൾ വരച്ചിട്ടുണ്ട്. ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് ജി എന്ന് പേര് കൊടുക്കാം. ഈ ജിയുടെ കോർഡിനേറ്റ്സ് ആണ്, ജിയുടെ സൂചക സംഖ്യകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 2:1 റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഒരു വെർട്ടെക്സിൽ നിന്ന് മിഡ് പോയിന്റിലേക്ക്, എതിർവശത്തുള്ള മിഡ് പോയിന്റിലേക്ക് 2:1 റേഷ്യോ. അപ്പോൾ ഈ വെർട്ടെക്സിൽ നിന്ന് ഇവിടെ നിന്ന് 2 ഇങ്ങോട്ട് 1, ഈ വെർട്ടെക്സിൽ നിന്ന് ഇവിടം വരെ 2 ഇങ്ങോട്ട് 1, അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പം നമുക്കിവിടെ വേണമെങ്കിൽ, ഇനി നമുക്ക് അറിയാം ഇത് മിഡ് പോയിന്റ് ആണ് അല്ലെ, മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റിലേക്കാണ്, മധ്യബിന്ദുവിലേക്കാണ്. അപ്പോൾ ഈ പോയിന്റിനെ നമുക്ക് എം എന്ന് എടുക്കാമല്ലോ അല്ലെ. ഇനി ഈ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ എത്ര വരും? മിഡ് പോയിന്റ് എങ്ങനെയാണ് കാണുന്നത്? എക്സുകൾ കൂട്ടുക, പകുതി കാണുക, വൈകൾ കൂട്ടുക, പകുതി കാണുക അല്ലെ. അപ്പൊ ഇതിന്റെ സൂചക സംഖ്യകൾ എങ്ങനെ വരും? -1 + 1/2. ഈ എക്സും കൂടെ കൂട്ടി പകുതി കാണുന്നു. ഈ വൈയും കൂടെ കൂട്ടി പകുതി കാണുന്നു. അപ്പൊ ഈ മിഡ് പോയിന്റ് എമ്മിന്റെ സൂചക സംഖ്യകൾ കിട്ടുമല്ലോ. അപ്പൊ -1 + 1 0 ആണ്. 0/2 0 തന്നെയല്ലേ. അപ്പൊ 0, 5 1 6, 6ന്റെ പകുതി 3. അപ്പൊ ഈ എമ്മിന്റെ കോർഡിനേറ്റ്സ് 0 3 എന്ന് കിട്ടിയല്ലോ. ഇനി നമ്മുടെ പഴയ ഇതുപോലെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ 2:1 റേഷ്യോയിൽ കട്ട് ചെയ്ത് നമുക്ക് അതിനെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നോക്കാം. അതായത് ഇപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ആണ് 0 3, ഈ 3 7 ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇത് റേഷ്യോ കട്ട് ചെയ്യുന്നത്. അപ്പൊ 0 3 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് എമ്മിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പറയുമ്പോൾ 1:2 റേഷ്യോയിൽ കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എക്സ് വ്യത്യാസം എത്ര വന്നു? 0ൽ നിന്ന് 3 എത്താൻ വേണ്ടി ഇവിടെ എത്ര വ്യത്യാസം വന്നു? 3 വ്യത്യാസം വന്നു. ഈ 3ൽ നിന്ന് 7 എത്താൻ വേണ്ടി 4 വ്യത്യാസം വന്നു. രണ്ടും ഇൻക്രീസ് തന്നെയാണല്ലോ. അപ്പൊ ഈ പോയിന്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1/3 അല്ലെ. എക്സിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് 3 ആണ് അല്ലെ. 1/3 ഓഫ് 3 എന്ന് പറഞ്ഞാൽ 1. എക്സിൽ വരുന്ന ചേഞ്ച് ആണ്. വൈയിൽ വരുന്ന ചേഞ്ചോ 1/3 ഓഫ് 4 അല്ലെ. അതായത് 4/3 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 1/3
വന്നു അല്ലെ. അപ്പൊ എക്സ് കോർഡിനേറ്റ് ഇവിടുത്തെ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അല്ലെ ജി എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ വരാം? ജി എന്ന് പറയുമ്പോൾ എത്ര വന്നു? എക്സ് ഇവിടെ എത്ര ആണ്? 0യുടെ കൂടെ 1 ആഡ് ചെയ്തു. വൈ എന്ന് പറയുമ്പോഴോ 3യുടെ കൂടെ 1/3 ആഡ് ചെയ്തു. അപ്പൊ ജിയുടെ കോർഡിനേറ്റ്സ് 1, 3 + 1 4, 1/3 എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്കൊരു ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ആ ഫോർമുല എന്താന്ന് പറഞ്ഞാൽ ജി അഥവാ സെൻട്രോയിഡ് അഥവാ ജിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 വേർട്ടിസസിൽ നിന്നും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണല്ലോ. അപ്പൊ 3 എക്സുകളും കൂടെ കൂട്ടുക /3, 3 വൈകളും കൂടെ കൂട്ടുക /3. ഏത് രീതിയിൽ നിങ്ങൾ ചെയ്താലും മാർക്ക് കിട്ടും. സെയിം ആൻസർ തന്നെ കിട്ടത്തുള്ളൂ. ഇവിടെ x1 ആയിട്ട് ഇതിനെടുക്കുക, x1 y1, ഇത് x2 y2, ഇത് x3 y3. അല്ല, എക്സുകൾ കൂട്ടുന്നു ഓർത്താൽ മതി. അതായത് ആദ്യത്തെ സംഖ്യകൾ കൂട്ടുന്നു. ഇവിടെ ആദ്യത്തെ സംഖ്യ -1, ഇവിടെ ആദ്യത്തെ സംഖ്യ +1, ഇവിടെ ആദ്യത്തെ സംഖ്യ +3, എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി വൈകൾ, ഇവിടെ രണ്ടാമത്തെ സംഖ്യ 5, ഇവിടെ രണ്ടാമത്തെ സംഖ്യ 1, ഇവിടെ രണ്ടാമത്തെ സംഖ്യ 7. ആ 3 കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ -1 + 1 0 ആണ്. 0 + 3 3, 3/3. 5 1 6, 7 6 13, 13/3. 3/3 എന്താ? 1. ഏത് സംഖ്യ ആ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇനി 13/3 എന്ന് പറയുമ്പോൾ 13 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 4 × 3 12 ആണ്. മിച്ചം 1 ഉണ്ടല്ലോ, 1/3. കണ്ട, സെയിം ആൻസർ കിട്ടിയില്ലേ? അപ്പോൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നുകിൽ ഈ ഫോർമുല യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ പഴയ രീതിയിൽ തന്നെ ചെയ്യുക. ഏത് രീതി ചെയ്താലും മാർക്ക് കിട്ടും. ഇപ്പോൾ 2 ചോദ്യങ്ങൾ മനസ്സിലായല്ലോ, എഴുതി പഠിക്കുക.